ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ മെയിനായിട്ട് നോക്കിയത് ഡാറ്റീവ് പ്രപ്പോസിഷൻസ് ആണ് അല്ലേ, പ്രപ്പോസിറ്റ്യൂണൻ ആണ്. അപ്പോൾ നമ്മൾ അക്വസാറ്റീവിലെ പ്രപ്പോസിഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഗോഡ്ഫു, ബിസ്, എൻലാങ് എന്ന് പറഞ്ഞു പഠിച്ചല്ലേ. ഗേഗൻ, ഓനെ, ഡുഷ്, ഫ്യൂർ, ബിസ് ആൻഡ് എൻലാങ് അല്ലേ. ഇത്രയും പ്രപ്പോസിഷൻസ് ആണ് അക്വസാറ്റീവ് കേസിൽ പഠിച്ചത്. അപ്പം അന്നേരം നമ്മൾ എന്താ പറഞ്ഞത്? ആ പ്രപ്പോസിഷൻസിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ് അക്വസാറ്റീവ് കേസിൽ നിൽക്കും. അതുകൊണ്ടാണ് അതിന് അക്വസാറ്റീവ് പ്രപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റീവ് കേസ് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്? ഒന്ന് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഒന്ന് ഡാറ്റീവ് വെർബിന് ശേഷം വരുമ്പോൾ, പിന്നെ ഡാറ്റീവ് പ്രപ്പോസിഷൻസ് വരുമ്പോൾ. നമുക്ക് 9 ഡാറ്റീവ് പ്രപ്പോസിഷൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഔസ്, ബൈ, മിറ്റ്, നാഹ്, ഫോൺ, സൂ, seit, ab, gegenüber. Aus, bei, mit, nach, von, zu, seit, ab, gegenüber. ഇതാണ് നമ്മളുടെ 9 ഡാറ്റീവ് പ്രപ്പോസിഷൻസ്. നമ്മൾ പറഞ്ഞു ഈ പ്രപ്പോസിഷൻസിന് ശേഷം വരുന്ന ഒബ്ജക്റ്റ്, അതായത് പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്ന് പറയും. പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു നൗൺ ഉണ്ടായിരിക്കും. ആ നൗണിനെയാണ് പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റ് നമ്മൾ എഴുതുമ്പോൾ ഡാറ്റീവ് കേസിൽ വേണം എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഔസ്. ഔസിൻ്റെ മീനിങ് ഫ്രം എന്നുണ്ട്, ഔട്ട് ഓഫ് അല്ലെങ്കിൽ മെയ്ഡ് ഓഫ്. ഫ്രമ്മും ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ അല്ലേ. ഫ്രം ഐ ആം ഡ്രിങ്കിങ് വാട്ടർ ഫ്രം എ ബോട്ടിൽ നിന്നും ഔട്ട് ഓഫ് എ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. പിന്നെ മെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ, ഒരു നൗണിൻ്റെ ഒറിജിൻ കാണിക്കാനായിരിക്കും അല്ലേ. ദ ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്, അതിൻ്റെ ഒറിജിനാണ് കാണിക്കുന്നത്, അതിനായിരിക്കും മെയ്ഡ് ഓഫ് എന്നുള്ള മീനിങ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ ഫ്രം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ലിമിറ്റഡ് ഏരിയ ഓർ ക്ലോസ്ഡ് റൂമിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ, ഓക്കെ. അതായത് ഇപ്പം ഐ ആം കമ്മിങ് ഫ്രം ജർമ്മനി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു. അവിടെ ഫ്രം എന്ന് നമുക്ക് വേർഡ് വേണം. ഫ്രം എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഉണ്ട്. പിന്നെന്താ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ഏരിയ ഉള്ള സ്ഥലമാണല്ലേ. കൃത്യമായ ഒരു ബോർഡർ ഉണ്ട്, ആ ബോർഡർ കഴിഞ്ഞാൽ വേറെ കൺട്രി. അപ്പം അങ്ങനെ ലിമിറ്റഡ് ഏരിയ ഉള്ള സ്ഥലത്ത് നിന്ന് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വരും? ഈസ് കൊമ്മെ ഔസ്. അവിടെ ഔസ്, ഫ്രമ്മിന് വേണ്ടി ഔസ് ഉപയോഗിക്കും. ഇന്ത്യൻ അല്ലെ, ഈസ് കൊമ്മെ ഔസ് ഇന്ത്യൻ. അതുപോലെ തന്നെ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രമ്മിന് ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ, ഐ ആം കമ്മിങ് ഫ്രം ദ ക്ലാസ് റൂം. എന്തെഴുതും? ഇഷ് കൊമ്മെ ഔസ് ദേം ക്ലാസൻ സിമ്മർ. പിന്നെ നമ്മൾ പറഞ്ഞു ദ നെക്ലേസ് ഈസ് മെയ്ഡ് ഓഫ് wood. Sorry, necklace is made of gold. The kette is aus gold. Okay. അതുപോലെ തന്നെ the table is from wood. Der Tisch ist aus ഹോൾസ്. അപ്പോൾ ഫ്രം എന്നുള്ള മീനിങ്ങിന് വേണ്ടി ഔസ് എന്ന പ്രപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ആ പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ എന്ത് വരും? ഡാറ്റീവ് കേസിലാണ് എഴുതാൻ. ഔസ് ഗോൾഡ്. നമ്മൾ പറഞ്ഞു ഐ ഡ്രിങ്ക് വാട്ടർ ഫ്രം ദ ബോട്ടിൽ. ഐ ഡ്രിങ്ക് വാട്ടർ ഔട്ട് ഓഫ് ദ ബോട്ടിൽ, ഫ്രം ദ ബോട്ടിൽ. Ich trinke Wasser aus dem Flasche. Ich trinke Wasser aus dem Flasche. Aus der Flasche. Die Flasche ആണ്. അപ്പം ഡാറ്റീവിൽ വരുമ്പോൾ aus der Flasche എന്ന്. ഓക്കെ. ഔസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഏരിയ അല്ലെങ്കിൽ ക്ലോസ്ഡ് റൂമിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ പുറത്തോട്ട് നിന്ന് എന്ന മീനിങ്ങിന് വേണ്ടി, ഫ്രം എന്നുള്ള മീനിങ്ങിന് വേണ്ടിയായിരിക്കും ഔസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രം എന്ന മീനിങ് ഉള്ള വേറെ ഒരു പ്രപ്പോസിഷൻ ഉണ്ട്, ഫോൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ. ഫോൺ എന്ന് പറഞ്ഞാൽ ഫ്രം എന്ന മീനിങ് ഉണ്ട്, ഓഫ് എന്ന മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഫ്രം എന്ന മീനിങ് അല്ലെങ്കിൽ ഓഫ് എന്നുള്ള മീനിങ് വേണമെങ്കിൽ ട്രാൻസ്ലേഷനായിട്ട് നേരെ ഫോൺ ഇടുക. ഫോൺ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ഒബ്ജക്റ്റിന് നമ്മൾ ഡാറ്റീവ് കേസിലായിരിക്കും എഴുതുക. ഫോണിന് ഫ്രം എന്നുള്ള മീനിങ് എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, അതായത് ഹൗസും
ഫോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഫോൺ ഉപയോഗിക്കുന്നത് ഫ്രം എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നോ, അല്ലെങ്കിൽ ഓർ ഒക്കേഷൻ ആൻഡ് ഇവൻറ്റ്. ഓക്കെ, ഒക്കേഷൻ ആൻഡ് ഇവൻറ്റ്, ഒരു ഒക്കേഷനിൽ നിന്നോ ഇവൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് വരുമ്പോഴായിരിക്കും നമ്മൾ ഫോൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഫ്രം എന്ന മീനിങ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഐ ആം കമ്മിങ് ഫ്രം എ പാർട്ടി. ഐ ആം കമ്മിങ് ഫ്രം എ പാർട്ടി. ഇഷ് കൊമ്മേ ഫോൺ ഉപയോഗിക്കും. അവിടെ ഹൗസ് അല്ല ഉപയോഗിക്കേണ്ടത്. കാരണം പാർട്ടി എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഒരു ഇവൻറ്റിനാണ്, അല്ലാണ്ട് ക്ലോസ്ഡോ ലിമിറ്റഡ് ഏരിയ ഉള്ളൊരു സംഭവമല്ല. അപ്പോൾ ഇഷ് കൊമ്മേ ഫോൺ ഐനെ പാർട്ടി. ദി പാർട്ടിയാണ്, സോ ഐനെ പാർട്ടി. ഇഷ് കൊമ്മേ ഫോൺ ഐനർ പാർട്ടി. ദി പാർട്ടി അല്ല, സോ ഐനർ പാർട്ടി. അല്ല ഞാൻ പറയണ, ഐ ആം കമ്മിങ് ഫ്രം ദ ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു ഇവൻറ്റിനെയാണ് ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇവൻ്റാണ് ക്ലാസ് അല്ലേ. അപ്പം ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഒരു ഇവൻറ്റ് കഴിഞ്ഞു എന്നല്ല പറയുന്നത്. അപ്പം ഇഷ് കൊമ്മേ ഫോൺ ദേം unterricht. ഡെർ unterricht വരുമ്പം ദേം unterricht ആയി. അതുപോലെ ഞാൻ പറയണ, ഐ ആം കമ്മിങ് ഫ്രോം ദ ടീച്ചർ. ടീച്ചറിൻ്റെ അടുത്തുനിന്ന്, ടീച്ചറിൻ്റെ അടുത്തോട്ട് പോയതായിരുന്നു, അവിടെ നിന്ന് വരുവാണെന്ന് പറയുമ്പോൾ തരും ഇഷ് കൊമ്മേ ഫോൺ ദേം ലേറർ. ഇഷ് കൊമ്മേ ഫോൺ ദേം ലേറർ. പിന്നെ നമ്മൾ പറഞ്ഞു ഫോണിന് ഓഫ് എന്ന മീനിങ് ഉണ്ട് അല്ലേ. ഓഫ് എന്ന് എവിടെയെങ്കിലും എഴുതണമെങ്കിൽ ഫോൺ എഴുതുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹീ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈ ബ്രദർ. എയർ, ഈസ്റ്റ്, ഐൻ ഫ്രോയിൻഡ് എന്നാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇവിടെ ഐനൻ ഫ്രോയിൻഡ് എന്ന് ഞാൻ എഴുതിയില്ല, അപ്പോസിറ്റീവ് എഴുതിയില്ല. എന്തുകൊണ്ടാണ്? സൈൻ വെർബാണ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ ഇട്ടേക്കുന്നത്. സൈൻ വെർബിൻ്റെ കോഞ്ചേഷനാണ് ഈസ്റ്റ് അല്ലേ. അപ്പോൾ സൈൻ വെർബ് ഒരു നോമിനാറ്റീവ് വെർബാണ്. നമ്മൾ ഡാറ്റീവ് വെർബ് എന്ന് പറഞ്ഞു. ഡാറ്റീവ് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വെർബിന് ശേഷം ഡാറ്റീവ് കേസാണ് വരിക. അപ്പം സൈൻ ഒരു നോമിനാറ്റീവ് വെർബായതുകൊണ്ട് സൈനിന് ശേഷം നോമിനാറ്റീവ് കേസ് ഐൻ ഫ്രോയിൻഡ് എന്ന് പറഞ്ഞു. പിന്നെ ഓഫിന് വേണ്ടി ഫോൺ ഇട്ടു. ഫോൺ കഴിഞ്ഞാൽ ഫോൺ ഡാറ്റീവ് പ്രപ്പോസിഷൻ ആയതുകൊണ്ട് ഡാറ്റീവ് കേസ് മൈനം ബ്രൂഡർ. അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ ബുക്ക് ഓഫ് പൗലോ കൊയ്ലോ. ദസ് ഈസ്റ്റ് ein Buch von Paulo Coelho. ഓഫ് എന്നുള്ള മീനിങ് ട്രാൻസ്ലേഷന് വേണ്ടി ഫോൺ ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ നമ്മളുടെ മൂന്നാമത്തെ പ്രപ്പോസിഷനാണ് സൈറ്റ് അല്ലെ. സൈറ്റ് എന്ന് പറഞ്ഞാൽ സിൻസ് എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സിൻസ് പറയാം അല്ലേ. ഐ ലേൺ ജർമ്മൻ സിൻസ് 1 year അല്ലേ. ഞാൻ 1 വർഷമായിട്ട് അല്ലേ. അപ്പം എന്താണ് അവിടെ കാണിക്കുന്നത്? ബിഗിനിങ് ഓഫ് ആൻ ഇവൻറ്റ് അല്ലെ. ഒരു ഇവൻറ്റിൻ്റെ തുടക്കമാണ് കാണിക്കുന്നത്. 1 വർഷം മുന്നെയാണ് ഞാനിത് ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. ബിഗിനിങ് ഓഫ് ആൻ ഇവൻറ്റ് ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ തുടങ്ങിയ ഒരു സംഭവത്തിൻ്റെ ബിഗിനിങ് കാണിക്കാനാണ് നമ്മൾ സൈറ്റ് പറയുന്നത്. അതൊരു ടെമ്പറൽ പ്രപ്പോസിഷനാണ് അല്ലേ. ടൈം അല്ലേ പറയുന്നത്. 1 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈം പീരീഡാണ് കാണിക്കുന്നത്. അപ്പം ടെമ്പറൽ പ്രപ്പോസിഷനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയണേ, ഇഷ് ലേർനെ ഡോയിച്ച് സൈറ്റ് ഐനം യാർ. 10 year ആണ് ഇവിടെ. എ ഇയർ എന്ന് പറയാം. ഐ എം ലേണിംഗ് ജർമ്മൻ സിൻസ് എ ഇയർ. അപ്പം ഐനം യാർ. പിന്നെന്താ പറയും? വി ലിവ് in Germany since 3 months. എന്തെഴുതും? we are live wohnen അല്ലെ. we are wohnen in Deutschland. ഇന്നിനെ ഇന്നെ പറയാം. in Deutschland seit
ഡ്രൈ മൊനാറ്റെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ലിറ്ററൽ ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം നല്ലതെന്ന് പറഞ്ഞാൽ തേർഡ്, അതായത് ടെമ്പറൽ ആയിട്ട് റിലേറ്റഡ് ചെയ്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തേർഡ് പൊസിഷനിൽ എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, അതായത് ഇന്ന്, നാളെ, മിനിങ്ങാന്ന്, അങ്ങനെ ടെമ്പറൽ ഉപയോഗിച്ച ആഡ്വർബ്സോ അല്ലെങ്കിൽ പ്രപ്പോസിഷൻസോ, സൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ടെമ്പറൽ പ്രപ്പോസിഷൻസ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തേർഡ് പൊസിഷനിൽ എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ഇവിടെ എഴുതണം, എന്ത്? Wir wohnen seit 3 Monate in Deutschland. പിന്നെ നമുക്ക് ഏതൊരു പ്രപ്പോസിഷനും ബിഗിനിങ്ങിലിട്ട് എഴുതാനും പറ്റും അല്ലേ? ബിഗിനിങ്ങിലിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് എഴുതും? സൈറ്റ് ഡ്രൈ മൊനാറ്റെ. അല്ലെ, ടെമ്പറൽ പ്രപ്പോസിഷൻ നമുക്ക് ഫസ്റ്റ് ഇട്ട് എഴുതും. അപ്പോൾ എന്തെഴുതും? സൈറ്റ് ഡ്രൈ മൊനാറ്റെ. അത് കഴിഞ്ഞിട്ട് വെർബ്. ഓക്കെ, പ്രപ്പോസിഷനും പ്രപ്പോസിഷണൽ ഒബ്ജക്റ്റിനെയും ഒരൊറ്റ പീസായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അവരെ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നാൽ സെക്കൻഡ് പൊസിഷനിൽ വെർബാണ് എപ്പോഴും വേണ്ടത്. അപ്പം സൈറ്റ് ഡ്രൈ മൊനാറ്റെ വോണൻ വിയർ ഇൻ ഡോയ്ച്ച്ലാൻഡ്. ഓക്കെ, സൈറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിൽ നടന്നൊരു ഇവൻറ്റിൻ്റെ ബിഗിനിങ് കാണിക്കുന്നു. പിന്നുള്ളത് അബ് എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ്. അബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺവേർഡ്സ് എന്നാണ് മീനിങ്. ഓക്കെ, ഓൺവേർഡ്സ് അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നൊരു കാര്യത്തിൻ്റെ ബിഗിനിങ് കാണിക്കാനായിട്ട്. ബിഗിനിങ് ഓഫ് ആൻ ഇവൻറ്റ് that is to take place in the future. അല്ലെ, ഫ്യൂച്ചറിൽ നടക്കും എന്ന് പറയാനായിട്ട്, ഒരു കാര്യം നടക്കും എന്ന് പറയാനായിട്ട്, ഇന്ന സമയം മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു ഇവൻറ്റ് നടക്കും എന്ന് പറയാനാണ് അബ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. അല്ലെ, ഓൺവേർഡ്സ്. ഫോർ എക്സാമ്പിൾ പറയാണ്, we will learn German next month onwards. ഇവിടെ വി വില്ല് എന്ന് എഴുതിയിട്ടുണ്ട്. വില്ല് എന്ന് പറയുന്നത് ഒരു വെർബാണ്, ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഐ വിൽ പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ഹെൽപ്പിംഗ് വെർബായിട്ടാണ് വില്ലിന് ഉപയോഗിച്ചത്, ഫ്യൂച്ചർ ടെൻസിനെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ വില്ലെന്ന് പറയുന്ന ഒരു വെർബ് യൂസ് ചെയ്യുന്നുണ്ട് വില്ലിന് വേണ്ടി. വേർഡൻ എന്ന് പറയുന്ന വെർബാണ് യൂസ് ചെയ്യുക. പക്ഷേ നമുക്ക് ഈ ഒരു സെൻറ്റൻസിൽ ആ വില്ല് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഫ്യൂച്ചർ ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിക്കും. പക്ഷെ ഇപ്പം ഇവിടെ എഴുതുമ്പം അത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഇവിടെ പറയുന്നുണ്ടല്ലേ. നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം മുതൽ. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറാണ് കാണിക്കുന്നത് ഓൾറെഡി. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഫ്യൂച്ചറാണെന്നല്ല മനസ്സിലാകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിന് ഓൾറെഡി കാണിക്കുന്ന ഒരു ആഡ്വർബോ അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സ് സെൻറ്റൻസിനുണ്ടെങ്കിൽ നമ്മളവിടെ ഫ്യൂച്ചർ ടെൻസിൻ്റെ വില്ലിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നേരെ പ്രസൻറ്റ് ടെൻസിൽ എഴുതാം. wir lernen Deutsch ab nächste Monate. Wir lernen Deutsch ab nächste Monate. അല്ലെങ്കിൽ I will be a good child tomorrow onwards. എഴുതും ഇഷ് ബിൻ അല്ലെ. ബി എന്ന വെർബാണ്. ടു ബി എന്നുള്ള വെർബ് സൈൻ വെർബാണ്. വില്ല് എഴുതിയില്ലാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ടുമോറോ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇഷ് ബിൻ ഐൻ ഗുട്ടസ് കിൻഡ്. ഇഷ് ബിൻ അബ് മോർഗൻ അല്ലെ, ടെമ്പറാല തേർഡ് പൊസിഷനിൽ. ഇഷ് ബിൻ അബ് മോർഗൻ ഐൻ ഗുട്ടസ് കിൻഡ്. Tomorrow onwards our class starts. Then ab morgen beginnt unser Unterricht. Ab morgen beginnt unser Unterricht. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്തെഴുതുന്നത്? ഡാറ്റീവ് പ്രപ്പോസിഷൻസ്. അതായത് അബ്, സൈറ്റ്, ഫോണ്, ഹൗസ് എന്ന് പറയുന്ന 4 പ്രപ്പോസിഷൻസാണ് നമ്മൾ ഇതുവരെ നോക്കിയത് അല്ലേ. ബാക്കി പ്രപ്പോസിഷൻസ് നമ്മൾ ഇന്ന് നോക്കും.